പ്രിയമുള്ളവരെ, ഏവർക്കും ടെക് പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ട്, ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ തുടങ്ങിയ തസ്തികകളുടെ എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 തസ്തികൾക്ക് ഒരു കോമൺ എക്സാം ആണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൽ മാറ്റമുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ നോക്കാം. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 541/2025 ആണ്. അപ്പൊ എക്സാം ഡേറ്റ് നോക്കിയേ, 22/7/2026 അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷന്റെ പരീക്ഷ നടക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വരുന്നത് 11/5/2026. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക, എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റിന് പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലറിന്റെ ഡീറ്റെയിൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിന്റെ കാറ്റഗറി നമ്പർ 697/2025 ആണ്. പരീക്ഷാ തീയതി നോക്കിയേ, 22/7/2026. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷനും ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടറിനും ഒരു കോമൺ പരീക്ഷ ആയിരിക്കും, കോമൺ സിലബസ് ആയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് നോക്കേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള പോർട്ട് സർവീസ് ആണ്. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് നോക്കിയേ, കാറ്റഗറി നമ്പർ 539/2025 ആണ്. ഇതിന്റെ പരീക്ഷാ തീയതി നോക്കിയേ, 15/7/2026. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷനോ 11/5/2026. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ടിന്റെ എക്സാം ഡേറ്റ് നോക്കിയേ 15/7/2026. അപ്പൊ എന്തായാലും ഈ സിലബസ്, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ടിന്റെയും സിലബസ് ഡിഫറന്റ് ആയിരിക്കും, അല്ലെ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷനും ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടറും ഒരു കോമൺ പരീക്ഷയായിട്ട് നടക്കും. ഇതിന് സെപ്പറേറ്റ് പരീക്ഷയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ടിന് സെപ്പറേറ്റ് പരീക്ഷയായിരിക്കും. സിലബസിൽ അത് കാരണം കാര്യമായിട്ടുള്ള മാറ്റവും ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറെടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒഫീഷ്യൽ സിലബസ് ഇതുവരെ ഔട്ട് ആയിട്ടില്ല. ഇന്നോ നാളെ ആയിട്ട് ഒഫീഷ്യൽ സിലബസ് ഔട്ട് ആവുന്നതാണ്. അത് ഔട്ട് ആവുന്ന മുറയ്ക്ക് നമ്മൾ ഒഫീഷ്യൽ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, കോമ്പറ്റീഷൻ ലെവൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്, അല്ലെ? അത് കാരണം അതിനകത്ത് OMR എക്സാം ഉണ്ടാകും. OMR എക്സാം ഈ പറഞ്ഞ ഡേറ്റിനകത്ത് നടക്കും. അതിനുശേഷം OMR എക്സാമിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. OMR എക്സാമിന്റെ 100 മാർക്കും ഇന്റർവ്യൂവിന്റെ 20 മാർക്കും ചേർന്നിട്ട് ആയിരിക്കും നമ്മുടെ ഫൈനൽ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ടെക് PSCയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പുതിയ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷനും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോർട്ടിനും സെപ്പറേറ്റ് പരീക്ഷകളായിരിക്കും. എന്നാലും നമ്മൾ അതൊരു കോംബോ കോഴ്സായിട്ട് തരികയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അതിൽ അവൈലബിൾ ആയിരിക്കും. ഫുൾ സിലബസ് ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും. പരീക്ഷ ക്ലിയർ ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.